നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് ക്യുസീൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു 4 മണി പലഹാരമാണ്, ചീരവട. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ 150 ml കപ്പിന് 1 കപ്പ് ഉഴുന്ന് പരിപ്പും 1/2 കപ്പ് കടലപ്പരിപ്പും 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനി മിക്സിയിൽ വെള്ളം ചേർക്കാതെ നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ വേണ്ടി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പറ്റുമെങ്കിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. പറ്റൂലെങ്കിൽ 1-2 ടീസ്പൂൺ നോക്കി ചേർത്ത് കട്ടിയായി അരച്ചു കൊടുക്കാം. ഇതിനി അരച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല, കുറച്ച് അരച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ വെള്ളം ചേർക്കാം. ഇതിപ്പം വെള്ളം ചേർക്കാതെ ഒരു 10 സെക്കൻഡ് അരച്ചെടുത്തിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്, ഏകദേശം 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് ഒന്നിച്ച് അരച്ചെടുക്കാതെ 2-3 വട്ടം മിക്സി ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് അരച്ചെടുക്കാം. അധികം നൈസായിട്ട് അരയണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് അരഞ്ഞാൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് വീണ്ടും അരക്കുന്നുണ്ട്. ഇതിപ്പം നല്ല തിക്കായിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ കടലപ്പരിപ്പിന്റെ ഓരോ പീസ് അരയാതെ ഉണ്ടാവും, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ട്. ഞാനിപ്പം ഇതൊരു 4 വട്ടം മിക്സി ഓൺ ചെയ്ത് ഓഫ് ചെയ്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതിനിടയ്ക്ക് 1 വട്ടം കൂടെ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിരുന്നു. ആകെ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതാ ഇങ്ങനെ കട്ടിക്ക് അരച്ചെടുത്തിട്ടുള്ളത്. അരച്ചെടുത്തതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചീര ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചേർക്കാം. ഈ മുറിച്ച ചീര ഏകദേശം 1/2 കപ്പ് ഉണ്ടാവും. ഇത് നമ്മൾ തോരനൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന സാധാ ചീരയാണ്. ഏത് ചീര വേണമെങ്കിലും എടുക്കാം, പാലക് ചീരയൊക്കെ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ മുറിച്ച് ചേർക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർക്കാം. കായപ്പൊടി ചേർക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകമോ പെരുംജീരകമോ ഒക്കെ ചേർക്കാം, ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം. ഒരു നുള്ള് സോഡാപ്പൊടി ചേർക്കാം. ഇത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. ഇത് അധികം പൊങ്ങി വരാത്ത ടൈപ്പ് വടയാണ്, അതുകൊണ്ട് പൊങ്ങി വരാൻ വേണ്ടി ചേർക്കുന്നതല്ല. ഈ സോഡപ്പൊടി ചേർത്താൽ തട്ടുകടയിലൊക്കെ കിട്ടുന്ന വടേന്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും, അതിനുവേണ്ടി ചേർക്കുന്നതാണ്. ഇത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായി കുഴക്കാം. ഇതിൽ വേണമെങ്കിൽ സവാളയോ കറിവേപ്പിലോ ഒക്കെ മുറിച്ച് ചേർക്കാം, ഞാനിപ്പം ചേർക്കുന്നില്ല. ചീര വടയായതുകൊണ്ട് ചീരയുടെ ഫ്ലേവർ അധികം കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഒഴിവാക്കുന്നത്. ചീരവടേന്റെ കൂട്ട് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പം ഈ കട്ടിക്കാന്നുള്ളത്. അഥവാ വെള്ളം കൂടിപ്പോയാൽ 1-2 ടീസ്പൂൺ അരിപ്പൊടിയോ കടലമാവോ ചേർത്താൽ മതി. ഇനി ഇത് ഉരുളയാക്കി പരത്തി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പരത്തിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് എണ്ണ പുരട്ടി എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറോ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ വാഴയില കിട്ടുന്നവരാണെങ്കിൽ വാഴയിലോ എടുക്കാം. ഇനി കൈക്ക് വെള്ളം നനച്ച് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഇങ്ങനെ ഉരുളയാക്കാം. കൈക്ക് വെള്ളം നനച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ എണ്ണ പുരട്ടുകയോ ചെയ്യാം. ഇതിൽ നിന്നെടുത്ത് ഇതിൽ ഇങ്ങനെ പരത്താം. അതിനുശേഷം നടുക്ക് ഒരു ഹോൾ ഉണ്ടാക്കാം. ഇതിനി കയ്യിലേക്ക് ഇങ്ങനെ കമഴ്ത്തി കൊടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായതിന് ശേഷം ഇടാം. എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് ചുട്ടെടുക്കാം. ഇത് ഒരു സൈഡ് കുറച്ച് ഫ്രൈ ആകുമ്പോൾ നല്ല തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചീരവട ഒരു 8 എണ്ണം ഞാനിപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ചുട്ടാൽ ഒരു 12 എണ്ണം ഉണ്ടാവും. ഇതിന് വേറൊരു പ്ലേറ്റിൽ സെർവ് ചെയ്യാം.
നല്ല ടേസ്റ്റിയാണ്. എല്ലാരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്